പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ മെയ് മാസം 23 പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗ്ഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗങ്ങളിൽ വ്യാപരിച്ച ദൈവശക്തിക്കായിട്ട് സ്തോത്രം, ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, മഹത്വം വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം, അങ്ങ് കൂട്ടിവരുത്തിയ ജനത്തിനായിട്ട് സ്തോത്രം, ദൈവികമായ ആമേൻ അത്ഭുതങ്ങളെ ഞങ്ങളുടെ നടുവിൽ ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് തന്നല്ലോ, അതിനായിട്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അവൻ സങ്കീർത്തനക്കാരൻ പറയുക 109 സങ്കീർത്തനം 30-31 വാക്യം, ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. കർത്താവ് എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. കർത്താവ് നമ്മുടെ വലത്തുഭാഗത്ത് രക്ഷിക്കുവാൻ കൂടെയുള്ളതിനായിട്ട് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. രക്ഷിപ്പാൻ കർത്താവ് നമ്മുടെ വലത്തുഭാഗത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറ, കർത്താവിനെ രക്ഷിപ്പാൻ എൻ്റെ വലത്തുഭാഗത്ത് ആമേൻ കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഇന്ന് ഇത് ആരൊക്കെ കേൾക്കുന്നോ ആ കേൾക്കുന്ന എല്ലാം ദൈവകൃപയാലാണല്ലോ അവർ കേൾക്കാനിടയായത്. അങ്ങ് ആകർഷിക്കാതെ ആരും അങ്ങയുടെ അടുക്കിലേക്ക് വരികയില്ല. ഇന്ന് ദൈവവചനം കേൾക്കണമെങ്കിലും അങ്ങ് ആകർഷിക്കണം. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുവാൻ അങ്ങ് ആകർഷിച്ച് അങ്ങ് അടുപ്പിച്ചവരായ അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. ഞാനിവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ ദൈവിക കൃപകളെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഈ കുഞ്ഞുങ്ങളെല്ലാവരും ആമേൻ സന്തോഷിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ, ദൈവകൃപയിൽ ഇവർ ആനന്ദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിൻ്റെ ആമേൻ തുടയ്ക്ക് വേദനയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുട്ടിന് മുകളിൽ ആമേൻ ഹിപ്പിന് താഴെ ഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലുകൾ ബലഹീനമാകുന്നത് പോലെ തോന്നുന്നു, ആമേൻ കാലുകൾക്ക് ബലം ഇല്ലാത്ത പോലെ തോന്നുന്നു, ഇന്ന് പകൽക്കാലം അവരും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ദിവസങ്ങളായി ആമേൻ കാൽ പൂറ്റിക്ക് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവെ, നാളുകളായി ഡയാലിസിസിനാൽ ആമേൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ. ദൈവിക അത്ഭുതം അവരുടെ മേൽ നടക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കണം, ജോലിയെ അനുഗ്രഹിക്കണം. എല്ലായിടത്തും കർത്താവിൻ്റെ മഹിമ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവിൽ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളിലെല്ലാം ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഭവനത്തിൻ്റെ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിലത്തെ മ്യൂസിക്കൽ നൈറ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരണം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ അതിടവരട്ടെ. ദൈവസഭയ്ക്ക് അനുഗ്രഹവുമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് നമ്മുടെ യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് നമുക്ക് ഒരു മ്യൂസിക്കൽ നൈറ്റ് പ്രോഗ്രാമുണ്ട്. എല്ലാവരും വൈകിട്ട് ഇവിടുത്തെ സമയം 7 മണി, ഇന്ത്യൻ സമയം 9:30 ആമേൻ. എല്ലാവരും ആമേൻ അതിൽ പങ്കെടുക്കുക. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അതിനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ അത് ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം. നമ്മുടെ യുവാക്കന്മാർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അത് അനുഗ്രഹമായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കേൾക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രാധാന്യമുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യ സഭയോടും അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. അതായത് എൻ്റെ ശരീരം, നിങ്ങളുടെ ശരീരം, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ എന്താകുന്നു? യേശുവിൻ്റെ ഈ ഭൂമിയിലെ അവയവങ്ങളാകും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് അറിയാൻ മേലായോ? നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെ അവയവങ്ങളാകുന്നു. ആ അവയവങ്ങൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ. ഈ അവയവം നമ്മുടെയല്ല. ഇനി താഴോട്ട് വരുമ്പം പിന്നെയും പറയുക, അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുക, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. രണ്ടാമത് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് മേടിച്ചിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ. നിങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ആ സഭയോട് പറയുന്നു. ഒന്ന്, നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാകുന്നു. 2, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ കർത്താവ് വിലയ്ക്ക് മേടിച്ചിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു മർമ്മം ഒരു ദൈവ പൈതൽ, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയാൽ കർത്താവ് ഓർപ്പിക്കുക, ആ വ്യക്തിക്ക് ദൈവിക ആരോഗ്യത്തിലും ദൈവിക സമൃദ്ധിയിലും ജീവിക്കാം. കാരണം എൻ്റെ ശരീരം, ഇപ്പം ഞാൻ പാർക്കുന്ന ഭവനം, അപ്പോൾ ഈ ഭവനത്തെ, ഇപ്പം നമ്മൾ ഭൂമിയിൽ പാർക്കുന്ന ഭവനങ്ങൾ, ഈ ഭവനം നമുക്ക് ദൈവം തന്നു. ആ ഭവനത്തിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ആ ഭവനം വൃത്തിയാക്കുന്ന ആരാ? താമസിക്കുന്നവരായ നമ്മളാണ്. ആ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നവരാരാ? താമസിക്കുന്നവരായ നമ്മളാണ്. ആ ഭവനത്തിൻ്റെ സംരക്ഷണം ഒരുക്കുന്ന ആരാ? താമസിക്കുന്നവരായ നമ്മൾ തന്നെയാണ്. അപ്പം ഇവിടെ പറയുക, നമ്മുടെ ശരീരം കർത്താവിൻ്റെ അവയവങ്ങളാണെന്നും നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നുവെന്നും ഇത് നമ്മുടേതല്ലെന്നും ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണെന്നും നിങ്ങൾക്ക് അറിയാൻ മേലായോ എന്ന് ചോദിച്ചിട്ട് പറയുക, ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെ വന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ പാർക്കുന്ന ഭവനത്തെ നമ്മൾ സൂക്ഷിക്കുകയും നമ്മൾ പരിപാലിക്കുകയും ആവശ്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നു എങ്കിൽ കർത്താവ് വസിക്കുന്ന മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെയും കർത്താവ് സൂക്ഷിക്കുകയും കർത്താവ് പരിപാലിക്കുകയും കർത്താവ് കാര്യങ്ങളെ നോക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. അമ്മേ, നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്കുകൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കർത്താവിന് വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരം കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ കൈ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അമ്മേ, നമ്മുടെ നാവ് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. എല്ലാം നമ്മുടെ അവയവങ്ങൾ, നമുക്കൊരു ബോധ്യമാണ്, ഈ അവയവം എൻ്റെ അല്ല, ഇത് യേശുവിൻ്റെ. ഇത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ പാടില്ല. ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആ ഒരു വലിയ ബോധ്യം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകട്ടെ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യം കർത്താവിൻ്റെ വിഷയമായി മാറിക്കോളും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ വിഷയം. ഇപ്പം നമ്മുടെ വീടിൻ്റെ ആവശ്യം ആരുടെ വിഷയമാണ്? താമസിക്കുന്ന എൻ്റെ വിഷയമാണ്, എൻ്റെ വീടിൻ്റെ. നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ആർക്കാ ബുദ്ധിമുട്ട്? നിങ്ങൾക്കാ ബുദ്ധിമുട്ട്. താമസിക്കുന്ന നിങ്ങൾക്കാ ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് വാട്ടർ സപ്ലൈ നിന്ന് പോയാൽ ആരാ നോക്കുന്നത്? നിങ്ങളാ നോക്കുക. ഇതുപോലെ ഈ മന്ദിരത്തിൽ പൂർണ്ണമായിട്ട് കർത്താവ് അങ്ങ് വസിച്ചോട്ടെ, കർത്താവ് അങ്ങ് പ്രവർത്തിച്ചോട്ടെ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേര്. കർത്താവ് വിലയ്ക്ക് മേടിച്ചല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണുകൾ നമ്മൾ വിലയ്ക്ക് മേടിച്ച് നമുക്ക് ഉപയോഗിക്കാനും, ഇതുപോലെ കർത്താവ് ഈ മന്ദിരത്തെ വിലയ്ക്ക് മേടിച്ചത് കർത്താവിന് ഉപയോഗിക്കാനും വിട്ടുകൊടുത്തേരെ. കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ
നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ആമേൻ, അത് ഫൈനാൻഷ്യലായാലും ഫിസിക്കലായാലും അത് കർത്താവ് നോക്കിക്കോളും. ഇന്ന് അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ ഇത് അങ്ങയുടെ മന്ദിരമാകുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, കർത്താവേ ഇത് അങ്ങയുടെ ശരീരമാണ്, ഇത് അങ്ങയുടെ മന്ദിരമാണ്, അങ്ങ് വസിക്കുന്നത്, ഈ കണ്ണ് അങ്ങയുടേതോ, ഈ കൈ അങ്ങയുടേതോ, ഈ നാവ് അങ്ങയുടേതോ, ദിവസവും അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കണം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, കർത്താവ് ഇത് അങ്ങയുടേതോ, അങ്ങ് ഉപയോഗിച്ചു, എനിക്കല്ല, എൻ്റെ ഉപയോഗത്തിനല്ലല്ലോ തന്നു, അങ്ങയുടെ ഉപയോഗത്തിനല്ലേ എന്ന് പറഞ്ഞ് നിരന്തരം ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തെ കർത്താവിൻ്റെ മന്ദിരമാക്കി ഏൽപ്പിച്ചു കൊടുക്കുക. അവയവങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. കൂടെ ഇരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, കർത്താവ് കൈകാര്യം ചെയ്യും. കർത്താവ് കാര്യങ്ങളെ നടത്തിത്തരും. മെയിൻ്റനൻസ് നടത്തണമ്പോൾ മെയിൻ്റനൻസ് നടത്തും. ആമേൻ, ആമേൻ, ആമേൻ. എന്തു ചെയ്യണമോ അത് കർത്താവ് ചെയ്തോളും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഈ മന്ദിരത്തെ അങ്ങയുടെ മന്ദിരമെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങ് വസിക്കുന്ന മന്ദിരമെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഈ അവയവങ്ങൾ അങ്ങയുടെ, ഈ ശരീരം അങ്ങയുടെ അവയവങ്ങളെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങ് വിലയ്ക്ക് മേടിച്ചാന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങ് ഉപയോഗിച്ചാട്ടെ, അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചാട്ടെ. കർത്താവേ, എന്തെങ്കിലും കേടുപാടുകൾ മന്ദിരത്തിലുണ്ടെങ്കിൽ അത് അങ്ങ് തന്നെ തീർക്കുന്നതിനും സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ആമേൻ, ആമേൻ. ദൈവം നമ്മളെ കേൾപ്പിച്ച വചനപ്രകാരം നമ്മുടെ ശരീരങ്ങളെ കർത്താവിൻ്റെ മന്ദിരങ്ങളായി നമ്മൾ ദിവസവും ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആമേൻ. കർത്താവ് സൂക്ഷിച്ചോളും. പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless you. God bless you.